സിൽവർ ലൈൻ ചർച്ചകൾ നിരന്തരമായി തുടരാനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ്. റെയിൽവേ നയപ്രകാരം പദ്ധതി നടപ്പിലാക്കുന്നതിൽ സംശയങ്ങൾ ഉന്നയിച്ച കേരയിൽ സിൽവർ ലൈൻ പ്രത്യേക പദ്ധതി സാധിക്കില്ല എന്ന റെയിൽവേയുടെ കത്ത് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചിട്ടുണ്ട്. പ്രശാന്ത് കൃഷ്ണ അതിന്റെ വിവരങ്ങൾ നൽകും. ഒപ്പം തന്നെ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ റിയയും പങ്കുവയ്ക്കും. ആദ്യം പ്രശാന്തിലേക്ക് പോകാം അല്ലേ? പ്രശാന്ത്, എന്താണ് ഈ കത്തിന്റെ വിശദാംശങ്ങൾ? നമ്മൾ ഈ കത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഇന്നലെ തന്നെ നൽകിയിരുന്നു. അതിൽ പ്രധാനമായും സിൽവർ ലൈൻ പദ്ധതി എന്നത് ഒരു ഡെഡിക്കേറ്റഡ് പാതയാണ്. സിൽവർ ലൈൻ പദ്ധതിയിൽ സിൽവർ ലൈൻ ട്രെയിനുകൾ ഓടിക്കാൻ വേണ്ടി മാത്രം ഒരു പാത. പക്ഷേ അത് സാധ്യമാകില്ല. DPR പൊളിക്കണം. DPR പൊളിച്ച് റെയിൽവേയുടെ ഗുഡ്സ് ട്രെയിനുകളും അതുപോലെ തന്നെ ചരക്ക് ട്രെയിനുകൾക്ക് പുറമെ പാസഞ്ചർ ട്രെയിനുകൾ കൂടി ഓടിക്കാൻ കണക്കിൽ ഒരു പുതിയ DPR തയ്യാറാക്കണമെന്നാണ് നിർദ്ദേശിക്കുന്നത്. അതിൽ പ്രധാനം വന്ദേ ഭാരതികൾ ഓടിക്കാൻ സാധിക്കണമെന്നത് കൂടി തന്നെയാണ്. അതായത് അങ്ങനെ വരുമ്പോൾ തന്നെ ഈ സിൽവർ ലൈൻ DPR അടിമുടി പൊളിക്കുമ്പോൾ സിൽവർ ലൈൻ എന്നത് പേരിൽ മാത്രം ഒതുങ്ങും എന്നത് തന്നെയാണ് ഈ റെയിൽവേ കേരളിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളിൽ പ്രധാനമായും പറയുന്നത്. അതായത് റെയിൽവേ കേരളത്തിൽ 3-ാം പാതയും 4-ാം പാതയും വികസനത്തിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് സിൽവർ ലൈൻ കേരളത്തിൽ വലിയ തോതിൽ ചർച്ചയാകുന്നത്. അപ്പോൾ കേരളയിൽ ഇപ്പോൾ സ്വീകരിക്കുന്ന ഒരു നിലപാട് റെയിൽവേ സംസ്ഥാനത്ത് നടപ്പാക്കേണ്ട വികസന പ്രവർത്തനം അത് കേരളിൻ്റെ ചിലവിൽ നടത്തുക എന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഏതായാലും സിൽവർ ലൈൻ പദ്ധതി എന്നത് ഒരു ഡെഡിക്കേറ്റഡായ ലൈൻ തന്നെ വേണം എന്ന നിലപാടാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചർച്ചയിലും പ്രധാനമായും വേഗത ഒരു വിഷയമാക്കിയാണ് കേരളയിൽ മുന്നോട്ട് പോകുന്നത്. അതായത് ഇന്ന് ചർച്ചയിൽ പ്രധാനമായും ഈ റെയിൽവേ പോളിസി ഏത് രീതിയിലാണ് ഈ പദ്ധതി നടപ്പാക്കുന്നതിന് എന്നത് ചോദിച്ചറിയുകയാണ് പ്രധാനമായും ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 2018 റെയിൽവേയുടെ സ്പീഡ് പോളിസി പ്രകാരം 160 കിലോമീറ്ററിന് മുകളിൽ റെയിൽ ഗതാഗതം നടത്തുന്നതിന് ഒരു പ്രത്യേക ഡെഡിക്കേറ്റഡ് ലൈൻ ആകാം എന്നതാണ് പോളിസി. അതുപ്രകാരം അത്തരത്തിലുള്ള കത്ത് 2018 റെയിൽവേ ബോർഡ് അയച്ച കത്ത് കേരളയിൽ ആയുധമാക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ സിൽവർ ലൈൻ്റെ കാര്യത്തിൽ മാത്രം എന്തുകൊണ്ട് വ്യത്യസ്തമായൊരു നിലപാട് സ്വീകരിക്കുന്നു എന്ന വിഷയമാണ് ഇവിടെ ഉയർത്തുന്നത്. അതായത് അതിൽ കേരളയിൽ ചൂണ്ടിക്കാട്ടുന്ന ചില വാദങ്ങളുണ്ട്. അത് ഇന്നത്തെ ചർച്ചയിലും അവർ ഉന്നയിച്ചിട്ടുണ്ട്. ഡൽഹി മീററ്റ് അതുപോലെ തന്നെ മുംബൈ അഹമ്മദാബാദ് ഇപ്പോൾ പണി നടക്കുന്ന ഘട്ടത്തിലാണ്. അതുപോലെ തന്നെ ഡൽഹി മീററ്റ് അജ്മീർ ഈ പാതകൾ അത് ഈ 160 കിലോമീറ്ററിന് മുകളിൽ സർവീസ് നടത്തേണ്ടതായതുകൊണ്ട് തന്നെ ഡെഡിക്കേറ്റഡായി പ്രത്യേക ലൈൻ തന്നെയാണ് അതിൽ നടപ്പാക്കുന്നത്. അത് റെയിൽവേ ആണ് നേരിട്ട് നടത്തുന്നത്. അങ്ങനെ വരുമ്പോൾ സിൽവർ ലൈൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ട് പ്രത്യേക ഒരു ലൈൻ കേരളത്തോട് കാണിക്കുന്ന മോശം സമീപനത്തിന്റെ തുടർച്ചയാണ് ഇതെന്നാണ് CPM നേതാക്കളൊക്കെ ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നത്. നമുക്ക് റിയ കൂടിയുണ്ട്. റിയ, ഇപ്പോൾ ആ യോഗം വളരെ കുറച്ച് മിനിറ്റുകൾ മാത്രമേ ആ യോഗം നീണ്ടു നിന്നുള്ളൂ. പക്ഷേ ഇനീഷ്യൽ ഡിസ്കഷനാണ്. ഇനി തുടരുമെന്ന് MD അറിയിക്കുന്നുണ്ട്. മാധ്യമങ്ങൾക്ക് നൽകാൻ മറ്റ് ഡാറ്റകൾ തൻ്റെ കയ്യിലില്ല എന്നും. പ്രതീക്ഷ പകരുന്നൊരു പ്രതികരണമായിട്ട് കണക്കാക്കാമോ? റെയിൽവേ അവരുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയുമാണോ? 45 മിനിറ്റ് മാത്രമായിരുന്നു കേരള MD അജിത് കുമാറും അതോടൊപ്പം തന്നെ റെയിൽവേ നിർമ്മാണ വിഭാഗം ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഷാജി സഖ്രയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇതൊരു പ്രാരംഭ കൂടിക്കാഴ്ചയാണ്, പ്രാഥമിക ചർച്ചയാണ് ഇന്ന് നടന്നത്. ചർച്ച തുടരുമെന്നായിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ കേരള MD അജിത് കുമാറിന്റെ ഔദ്യോഗിക പ്രതികരണം. അനൌദ്യോഗികമായി വളരെ പോസിറ്റീവായ ചർച്ചയെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തത്. അതായത് തുടർ ചർച്ചയുണ്ട് എന്ന് പറയുന്നിടത്ത് തന്നെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് കേരളയുമായി ബന്ധപ്പെട്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം DPRുമായി ബന്ധപ്പെട്ട ഒരു അടിമുടി മാറ്റം റെയിൽവേ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഗേജിന് പകരം ബ്രോഡ് ഗേജ് എന്നത് മുന്നോട്ട് വെക്കുമ്പോൾ അത് എങ്ങനെ കേരളയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന ചോദ്യം പ്രധാനമായും ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ അതിലെല്ലാം ഒരു ചർച്ച നടക്കേണ്ടതുണ്ട്, തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കേരള MD ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തത്. എന്തായാലും കേരളയുമായി ബന്ധപ്പെട്ട് കുറേ നാൾ മരവിച്ചു കിടന്ന ഫ്രീസറിലായിരുന്ന ഒരു പദ്ധതി എന്ന രീതിയിൽ അതിൽ നിന്ന് മാറി പ്രതിഷേധവും ചർച്ചകളും പുനരാരംഭിക്കുന്നു എന്നുള്ളിടത്താണ് പ്രധാനമായും നോക്കിക്കാണേണ്ടത്. നേരത്തെ ഇടത് നേതാക്കളടക്കം പറയുന്നത് പോലെ സംസ്ഥാന സർക്കാർ മുന്നിൽ കണ്ട ഒരു പദ്ധതിയാണ്. അത് ആ രീതിയിൽ തന്നെ ആവിഷ്കരിക്കാൻ പരമാവധി ശ്രമിക്കുമെന്നായിരുന്നു പ്രതികരണം. അങ്ങനെ സാധ്യമാകുമോ? രണ്ട് കൂട്ടരുടെയും സമീപനം കേന്ദ്രം കേരളത്തോട് മാത്രം തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചിറ്റമ നയത്തിന്റെ ഭാഗമായി സ്വീകരിക്കുന്നു എന്നുള്ള ആരോപണം, മറ്റൊന്ന് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ, മറ്റൊന്ന് അതിന് സമാന്തരമായി നടക്കുന്ന സമരങ്ങൾ. എന്തായാലും വീണ്ടും കലുഷിതമായൊരു സമയത്തേക്കാണോ ഈ സിൽവർ ലൈൻ പാത പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്നതിനെ കാണാം.